സമ്പത്ത് എവിടെ വർദ്ധിക്കുന്നുവോ അവിടെയെല്ലാം സമാധാനക്കേടും ഉണ്ടാകും. അത് ഇടവകയിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും നാം ആയിരിക്കുന്ന സമൂഹങ്ങളിലാണെങ്കിലും സമ്പത്തും സുഖഭോഗവും എവിടെ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ പറയുന്ന ജീർണതകളും ആരംഭിക്കും. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്താണ്? അത് കൊരിന്ത്യർ ലേഖനം വായിച്ചിട്ടുള്ളവർക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ അവരോട് തുറന്നൊരു കാര്യം പറയുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ നിങ്ങൾ ജീർണത ബാധിച്ചവരായി മാറിയിരിക്കുന്നു. കുറേ കൂടെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരികളായി തീർന്നിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരം പെരുകിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം അതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാവുന്നൊരു വാക്യമാണ്. പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ബാക്കി എന്താ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അവർ സുഖഭോഗികളായി മാറുകയും ശരീരം കൊണ്ട് പാപം ചെയ്യുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തുകയാണ് വേണ്ടത്, നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങൾ ജഡരാഗങ്ങൾ വല്ലാതെ പെരുകിയിരിക്കുന്നു, ആയതുകൊണ്ട് നിങ്ങൾ ശരീരം കൊണ്ട് പാപം ചെയ്തിരിക്കുന്നു, തെറ്റാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. സത്യത്തിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും നമ്മൾ ഉപദേശിക്കുക എന്നുള്ളത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ മുതൽ ഈ പള്ളിക്കുള്ളിൽ ഏറ്റവും പ്രായമുള്ള ആളായിരിക്കുന്ന ആരാണോ അവർ വരെ ഇഷ്ടമില്ലാത്ത കാര്യം ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. 2 സാധ്യതകളാണ് ഉപദേശത്തോട് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്നുകിൽ ഉപദേശം കേട്ട് അങ്ങ് രൂപാന്തരപ്പെടുക. അതൊരു 10% ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. എവിടെയാണ് ഉപദേശം കേട്ട ആളുകൾ നന്നായിട്ടുള്ളത്? ഈ ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കോ, നമ്മുടെ ഇടവകളുടെ ചരിത്രം, നമ്മുടെ ഭവനത്തിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കോ. ഉപദേശം കേട്ട് എല്ലാവരും നന്നായിരുന്നുവെങ്കിൽ ഈ ലോക ജീവിതം നീതിമാന്മാരെ കൊണ്ട് നിറയുമായിരുന്നു. ഉപദേശം കേട്ടാരും നന്നാവുന്നത് നമ്മളുടെ ഇടയിൽ പ്രകടമായി കാണുന്ന കാര്യം ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഉപദേശിച്ചല്ല ഒരാളെ അനുസരണമുള്ളവർ ആക്കേണ്ടത്. സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പറയാതെ എല്ലാം ചെയ്യുന്നതാണ് അനുസരണം. പറഞ്ഞാൽ കേൾക്കുന്നത് ഒരു അനുസരണമല്ല. പറഞ്ഞാൽ കേൾക്കുന്നത് നിർബന്ധ ബുദ്ധിയായി ചെയ്യുന്നതാണ്. പറയാതെ കേൾക്കുന്നതാണ് യഥാർത്ഥത്തിൽ അനുസരണം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിച്ചപ്പോൾ അവരാരും നേരെയാകുന്ന യാതൊരു ലക്ഷണവും കണ്ടില്ല. അവർ രണ്ടാമതായി ചെയ്യാൻ സാധ്യതയുള്ള നടപടി എന്താണ്? ഉപദേശിച്ചാൽ ഇനിമേൽ ഞങ്ങളെ ഉപദേശിക്കാതിരിക്കാൻ തക്കവണ്ണം അവരെപ്പറ്റി അപവാദം പറയുക എന്നുള്ളതാണ്. നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ചെയ്യുന്ന പ്രവർത്തനം. നമ്മളെ ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുകയാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ കുറേയെങ്കിലുമൊക്കെ നന്മയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ, നന്മയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരെ പിന്നെ എങ്ങനെ ഇല്ലാതെയാക്കാമെന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെയൊക്കെ കൂട്ടായ പരിശ്രമം എന്ന് പറയുന്നത്. അതിന് വളരെ വേഗം ആശ്രയിക്കാൻ തക്കവണ്ണം ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നത് ഈ പറയുന്ന ഓൺലൈൻ മീഡിയകളെ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതാണ്. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ കാര്യത്തെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാത്ത മനുഷ്യരാണെങ്കിൽ പോലും എന്തുമാത്രം കാര്യങ്ങളാണ് കണ്ണുകൊണ്ട് കണ്ടതുപോലെ എഴുതി വിട്ടുകളയും. അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഉപദേശം പറഞ്ഞവൻ ഇനിമേൽ ഉപദേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു വിഷയവുമായി ചേർന്ന് വരുന്നതുകൊണ്ട് പറയട്ടെ, ഈ ഓൺലൈൻ മീഡിയകളുടെ കടന്നാക്രമണം നിമിത്തം, ഓൺലൈൻ മീഡിയകളുടെ അസത്യപ്രചരണ നിമിത്തം ജീവിതത്തിൽ പ്രത്യാശ നശിച്ചു പോയ, ജീവിതം തന്നെ വേണ്ട എന്ന് വെച്ച് പോയ, മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാതെ പോയ, സങ്കടപ്പെട്ടു പോയ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പോയ, ഒറ്റയ്ക്ക് ജീവിതത്തെ തന്നെ നിരാശാബോധത്തോടുകൂടെ കാണുന്ന അനേകം മനുഷ്യർ നമ്മുടെ ഈ ഇടങ്ങളിൽ പെരുകി പെരുകി വരുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആർക്കും ആരെയും ഉപദേശിക്കാൻ തക്കോണം ഇന്നത്തെ കാലത്ത് പ്രത്യേകമാകുന്ന താല്പര്യം ഒന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ ഭാഗ്യമുള്ളവരാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, വീട്ടിൽ അവർ ഉപദേശവും വഴക്കും കേൾക്കുന്നുണ്ടോ? വീട്ടിൽ പിള്ളേരെ പേടിച്ചാണ് ഒരുമാതിരിപ്പെട്ട മാതാപിതാക്കളെല്ലാം കഴിയുന്നത്. നമ്മുടെ പിള്ളേരുടെ നേരെ നെഞ്ചു വിരിച്ച് നിന്ന് 2 വാക്ക് വഴക്ക് പറയാണ്ടൊക്കെ ആത്മധൈര്യമുള്ള, ആത്മബലമുള്ള എത്ര മാതാപിതാക്കൾ വീട്ടിലുണ്ട്? പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരാളെയാണ് ഈ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി വെച്ച് നമ്മൾ കണ്ടത്. നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? നമ്മൾ അടുത്ത ആഴ്ച ബാംഗ്ലൂർ വരെ പോകണമെന്ന് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ വിചാരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച മുതലേ കാലേന്ന് വിറയിൽ കയറി തുടങ്ങും. നമ്മുടെ പിള്ളേർക്കതില്ല. അവർക്ക് പോകണമെന്ന് അവർ തീരുമാനിച്ച് ആ സെക്കൻഡിൽ അവർ ഇറങ്ങിപ്പോകും. കാരണം ലോകം, കാലം അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മബലമാണത്. അവർക്ക് പ്രത്യേകിച്ച് കാലത്തിനൊത്ത് കുറേ കൂടെയൊക്കെ നമ്മളെക്കാൾ ധൈര്യമൊക്കെ
കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗോപ്യമായി പറഞ്ഞ പല കാര്യങ്ങളും അശ്ലീലമെന്ന് കരുതി പറയാതിരുന്ന, ഇപ്പോഴും നാണത്തോടുകൂടി മാത്രം പറയുന്ന പല കാര്യങ്ങളും പറയാൻ തക്കവണ്ണം തെരുവിൽ നിന്ന്, അതിനോടൊപ്പം തന്നെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മൈക്കും പിടിച്ച് ചോദിക്കാൻ തക്കവണ്ണം ഒരു മടിയില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പോസ്റ്റിൻ്റെ മറവ് മതി ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട നമ്മൾ രഹസ്യമായി ചെയ്യുന്നു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണങ്ങളാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി വിശദമായി പറയേണ്ടത് ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യത്തിൽ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിയുന്നത്. നമ്മളെത്ര എതിർക്കാൻ ശ്രമിച്ചാലും അതൊരു സത്യമാണ്. കുഞ്ഞുങ്ങളെ പേടിച്ചാണ് അപ്പനും അമ്മയും വീട്ടിൽ കഴിയുന്നത്. പിന്നെ അധ്യാപകരാരെങ്കിലും വഴക്ക് പറഞ്ഞാൽ, അധ്യാപകരെവിടെയാണ് വഴക്ക് പറയുന്നത്? അധ്യാപകർ വഴക്ക് പറഞ്ഞ ടീസ് വരാൻ പറഞ്ഞാൽ, കാരണം ഡിവിഷൻ 4 ഉണ്ടായാൽ അവരുടെ ജോലി പോകും. അതുകൊണ്ട് അധ്യാപകരാരും വഴക്ക് പറയുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്തങ്ങ് ഉണ്ടാകുന്നില്ല. പിന്നെ പള്ളി വരുമ്പോൾ അച്ഛൻ നീ കയ്യെ ചരട് കെട്ടിയിരിക്കുന്ന എന്താണ്, മുടി വളർത്തിയിരിക്കുന്ന എന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. കാരണം അച്ഛന്മാർക്ക് പേടിയാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാനീ പറഞ്ഞതുപോലെ ഓൺലൈൻ മീഡിയയിൽ കടിച്ചു പറിക്കാൻ തക്കവണ്ണം നമ്മളെ വിട്ടുകൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഏറിയ പങ്ക് പേരും മൗനം അവലംബിച്ച് മിണ്ടാതെ അങ്ങ് കടന്നു പോകുന്നതാണ് ഇന്നത്തെ കാലത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ആയതുകൊണ്ട് അതിൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യം ഒന്നുമില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പരിഹസിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിച്ചപ്പോൾ തിരിച്ചവർ പരിഹസിച്ചപ്പോൾ അതിലൊന്നും പൗലോസ് അപ്പോസ്തലന് സങ്കടം തോന്നിയില്ല. ഈ പരിഹാസം അദ്ദേഹം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പൗലോസ് അപ്പോസ്തലൻ യേശുവിന് വേണ്ടി സഹിച്ച സങ്കടങ്ങളുടെ വലിയ പട്ടിക അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒന്നുകുറയെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു, കോലിനാൽ 3 പ്രാവശ്യം അടി കൊണ്ടു, കാട്ടിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനങ്ങളാലുള്ള ആപത്ത്, പല പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കിടക്കേണ്ടി വന്നു. ഇങ്ങനെ ഒത്തിരി സഹനങ്ങൾ, സങ്കടങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലൻ എണ്ണി പറയുന്നുണ്ട്. ഇതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയുള്ള യാത്രയിൽ എനിക്ക് നേരിട്ട സഹനങ്ങളും സങ്കടങ്ങളുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ജനതയോട് ഉപദേശം പറഞ്ഞപ്പോൾ, നിങ്ങൾ വ്യഭിചാരികളാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതക്രമത്തിൽ നിന്ന് മാറണമെന്ന് ഉപദേശം പറഞ്ഞപ്പോൾ അവരത് കേട്ട് നന്നായില്ല. അതിന് പകരം പൗലോസ് അപ്പോസ്തലനെ അവർ പരിഹസിച്ചിട്ട് അവർ പൗലോസിനോട് ചോദിച്ച ചോദ്യമാണ്: നീ ഞങ്ങളെ ഉപദേശിക്കാൻ തക്കവണ്ണം നീ ആരാണ്? നമ്മുടെ ഈ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ സൺഡേ സ്കൂളിലെ അധ്യാപകരോട് ചോദിക്കത്തില്ല, സാറെ ഞങ്ങളെ ഉപദേശിക്കാൻ തക്കവണ്ണം ആരാണ്? അതേപോലെയാണ് പൗലോസ് അപ്പോസ്തലനോടും ചോദിച്ചു, നീ ഞങ്ങളെ ഉപദേശിക്കാൻ തക്കവണ്ണം നീ ആരാണ്? എവിടെ നിന്നാണ് നീ ഇത് പ്രാപിച്ചത്? നീ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാണോ? ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിന് പൗലോസ് അപ്പോസ്തലൻ കൊടുത്ത ഉത്തരമാണ് നമ്മുടെ ഈ ചിന്താവിഷയം. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, 2 കൊരിന്ത്യർ ലേഖനം 2 അധ്യായം 15 വാക്യം: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളവാസന ആകുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നുവല്ലോ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നുവല്ലോ, പരിഹസിക്കുന്നുവല്ലോ, അധിക്ഷേപം പറയുന്നുവല്ലോ, ഞങ്ങൾ ആരെന്ന് നിങ്ങൾ സംശയം ഉന്നയിക്കുന്നുവല്ലോ, ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെ പറ്റി പറയാം. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളവാസനയായി മാറിയവർ ആകുന്നു. നമ്മുടെ കർത്താവിനൊരു ഗന്ധമുണ്ടെന്ന് നമ്മുടെ ആരാധനാക്രമത്തിൽ വിവിധ ഇടങ്ങളിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന് ഒരു ഗന്ധമുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ മൂറോൻ കൂദാശിയുടെ ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും 60-ലധികം പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനൊരു ഗന്ധമുണ്ടെന്ന്. നിൻ മണമേറ്റ് ആനന്ദിപ്പാൻ അവരോടി വരും നിന്നരികിൽ. യേശുവേ, നിൻ്റെ ശരീരത്തിൽ നിന്ന് അഭൗമമാകുന്നൊരു സുഗന്ധം പുറപ്പെടുന്നുണ്ട്. ബഹുജാതികൾ ആ ഗന്ധത്തിൽ ആകൃഷ്ടരായി നിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൂടുന്നു. നമ്മുടെ ആരാധനാക്രമത്തിൽ ഉള്ളതാണ്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തെ കാവ്യാത്മകമായി പിതാക്കന്മാർ വ്യാഖ്യാനിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, സുറിയാനി സഭയുടെ ആരാധന മുഴുവനും വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതാണ്. വേദപുസ്തകത്തിലില്ലാത്ത ഒന്നും ആരാധനയിലില്ല. നമ്മുടെ വിചാരമാണ് ആരാധനയിൽ പറയുന്ന കാര്യമൊക്കെ എവിടെയാണ് വേദപുസ്തകത്തിലുള്ളതെന്ന്. വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ആരാധനയിൽ ഉള്ളത്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഗലീലായിൽ ആരംഭിച്ച യാത്ര, അവിടെ നിന്ന് വടക്കോട്ട് യാത്ര ചെയ്തവർ തലസ്ഥാന നഗരിയായ യെരുശലേമിലെത്തി. അവർ ഗലീലായിലാണ് ആരംഭിച്ചത്, ചെറിയ സംഘമായിരുന്നു.
അവരിങ്ങനെ വടക്കോട്ട് യാത്ര ചെയ്ത് തലസ്ഥാന നഗരിയായ യെരുശലേമിലെത്തിയപ്പോൾ ഈ യാത്രയിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടു, ഉപദേശം കേട്ടും അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും അതിശയങ്ങളും അടയാളങ്ങളും കണ്ടും ചെറിയ ഒരു വൃന്ദം യാത്ര ആരംഭിച്ച് യെരുശലേമിലെത്തിയപ്പോൾ അത് വലിയ വൃന്ദമായി മാറി, ബഹുപുരുഷാരമായി മാറി. ഇത് കണ്ടപ്പോൾ തലസ്ഥാന നഗരിയിൽ യെരുശലേമിൽ യേശു ക്രിസ്തുവിനോടൊപ്പം വലിയ പുരുഷാരം കയറുന്നത് കണ്ടപ്പോൾ, സുവിശേഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നഗരം മുഴുവനും ഇളകിയത് കണ്ടപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും തമ്മിലൊരു കാര്യം പറഞ്ഞു. അത് ഹാശാ തിങ്കളാഴ്ച സന്ധ്യയുടെ ഏവൻഗേലിയോനിൽ വായിക്കുന്നുണ്ട്. അവർ പരസ്പരം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മളെ കൊണ്ട് ഒന്നിനും ആവുന്നില്ലല്ലോ, കണ്ടാലും ഇതാ ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു. നമ്മളെ കൊണ്ടൊന്നിനും ആവുന്നില്ലല്ലോ, കണ്ടാലും ഇത് ലോകം മുഴുവനും അവൻ്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാവ്യാത്മകമായ വ്യാഖ്യാനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. നിൻ മണമേറ്റാനന്ദിപ്പാൻ അവർ ഓടി വരും നിന്നരികിൽ. ക്രിസ്തുവേ, നിന്റെ ശരീരത്തിൽ നിന്ന് അഭൗമമാകുന്നൊരു സുഗന്ധം പുറപ്പെടുന്നു. ബഹുജാതികൾ നിന്റെ പിന്നാലെ ഇങ്ങനെ ആ സുഗന്ധത്തിൽ ആകൃഷ്ടരായി ഓടി വരികയാണ്. യേശു ക്രിസ്തുവിനൊരു ഗന്ധമുണ്ട്. യേശുവിനൊരു ഗന്ധമുണ്ടെന്ന് ഇവിടെ മാത്രമല്ല പറയുന്നത്. യേശുവിൻ്റെ ഗന്ധം എങ്ങനെയുള്ള ഗന്ധമാണ് നമ്മുടെ ആരാധനയെ വീണ്ടും പറയുന്നുണ്ട്. വിശുദ്ധ മാമോദീസാ കൂദാശയിൽ വിശുദ്ധ മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ 3-ാം നൂറ്റാണ്ട് മുതലുള്ള സുറിയാനി പിതാക്കന്മാർ പറയുന്നുണ്ട്, ഒരു കുഞ്ഞിന് പരിശുദ്ധാത്മദാനം ലഭിക്കുന്നത്, സ്നാനമേൽക്കുന്ന ആൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ മൂറോൻ തൈലം കൊണ്ടുള്ള അഭിഷേകം കൊണ്ടാണ്. വിശുദ്ധ മൂറോൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ നിറവുള്ള ആളായി മാറുകയാണ്. ഈ മൂറോൻ തൈലം കയ്യിലെടുത്തുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ആദ്യത്തെ വരി എന്താണ്? ഇങ്ങനെയാണ്: മശിഹായുടെ പരിമള വാസനയും, ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പരിമള വാസനയാണ് ഈ മൂറോൻ തൈലം. അപ്പോൾ മൂറോൻ്റെ ഗന്ധം ആരുടെ ഗന്ധമാണെന്നാണ് പിതാക്കന്മാർ പറഞ്ഞേ? യേശു ക്രിസ്തുവിൻ്റെ ഗന്ധമാണ്. യേശു ക്രിസ്തുവിനൊരു ഗന്ധമുണ്ട്, അത് മൂറോൻ്റെ പരിമള വാസനയാണ്. വീണ്ടും നമ്മുടെ ആരാധനയിൽ പറയുന്നുണ്ട്, കെംതാ നമസ്കാര സമയത്ത് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ പാടിയതാണ്: നിൻ മുറിവുകളി നേറ്റേൻ മൂറോൻ മണമൻ നാഥ. മധ്യപൂർവ്വദേശത്തെ കൊടും ചൂടിൽ ഒരു മനുഷ്യനെ കരചരണങ്ങൾ ബന്ധിച്ച് ശരീരമാസകലം വലിയ മുറിവുകൾ ഏൽക്കുവാൻ തക്കവണ്ണം വിധിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു മരക്കുരിശിൽ നമ്മുടെ കർത്താവ് തൂങ്ങിയാടുകയാണ്. അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങളിൽ നിന്ന് ധാരാധാരയായി രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അങ്ങനെ പങ്കിലമാക്കിയ ശരീരം ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുവെക്കുന്നു. കർത്താവിനെ വെച്ച കല്ലറ ഒരു ഗുഹയായിരുന്നുവെന്ന് നമ്മുടെ ആരാധനാക്രമത്തിൽ സാക്ഷിക്കുന്നുണ്ടല്ലോ. ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുവച്ചു. കൊടും ചൂടിൽ ആ ശരീരത്തിനുണ്ടാകുന്ന പരിണാമം എന്താണ്? ലാസറിൻ്റെ സഹോദരിമാർ പറഞ്ഞ പരിണാമമാണ്. ലാസറിൻ്റെ സഹോദരിമാർ യേശു ക്രിസ്തു കല്ലറയുടെ വാതിൽക്കൽ ചെല്ലുമ്പോൾ ആ കല്ലുരുട്ടി മാറ്റുവീൻ എന്ന് പറയുമ്പോൾ സഹോദരിമാർ പറയുന്നുണ്ടല്ലോ, കർത്താവെ 4 ദിവസം കഴിഞ്ഞു അഴുകി നാറ്റം വെച്ചിട്ടുണ്ടാകും. നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിനും ഉണ്ടാകേണ്ട മാറ്റം അതാണ്. അവൻ പരിപൂർണ മനുഷ്യനാണ്, നമ്മെപ്പോലെയുള്ള ശരീരം ധരിച്ചവനാണ്. യേശു ക്രിസ്തു മർത്യനായി ഭൂമിയിലേക്ക് വന്നവനാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിനും ഈ അഴുകിയ ദുർഗന്ധമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ നമ്മുടെ ആരാധനാക്രമത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ നിന്ന് മൂറോൻ്റെ പരിമള വാസനയാണ് ഉണ്ടായത്. വീണ്ടും നമ്മുടെ ആരാധനയിൽ പറയുന്നുണ്ട്, നിൻ്റെ ദിവ്യജ്ഞാനമാകുന്ന സുഗന്ധം നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചു. ക്രിസ്തുവേ, നീ അടിമുടി സുഗന്ധമായി മാറിയവനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനൊരു ഗന്ധമുണ്ട്, അത് മൂറോൻ്റെ പരിമളവാസനയാണ്. ഉത്തമഗീതത്തിൽ ആവർത്തിച്ച് കാണുന്നുണ്ട്, എൻ്റെ പ്രിയന് നർദീൻ തൈലത്തിൻ്റെ ഗന്ധമാണുള്ളതെന്ന്. ഉത്തമഗീതത്തിൽ പറയുന്ന പ്രിയൻ ആരാണ്? അത് വേറെ ആരുമല്ല, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനൊരു ഗന്ധമുണ്ട്, അത് മൂറോൻ്റെ പരിമളവാസനയാണ്. യേശു ക്രിസ്തുവിന് മാത്രമല്ല ഈ ഗന്ധമുള്ളത്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന സഭയ്ക്കും ഈ ഗന്ധമുണ്ട്. അത് വിശുദ്ധ വിവാഹ ഉദാശയിൽ നമ്മൾ പാടുന്നുണ്ട്, വസന സുഗന്ധം നീസാൻ കുസുമസമം. സഭയെ നീ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ, വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണല്ലോ, സഭയെ നീ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ സുഗന്ധം നീസാനിലെ ഏപ്രിൽ മാസത്തെ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുമ്പോൾ എന്ത് സൗരഭ്യമാണ് ഉള്ളത്, അതേ സുഗന്ധമാണ് സഭയെ നീ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിനും ഉള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിന് സുഗന്ധമുണ്ട്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയ്ക്കും സുഗന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയിൽ ചേർന്ന് നടക്കുന്ന നമുക്കും എന്തുണ്ടാകണം? ക്രിസ്തുവിൻ്റെ സുഗന്ധം ഉണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വെറുതെ ക്രിസ്തുവിനോടൊപ്പം നടക്കുകയല്ല,
വെറുതെ ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ നാവ് കൊണ്ട് പറയുകയല്ല. വെറുതെ ക്രിസ്തുവിന് വേണ്ടി പലയിടങ്ങളിൽ സഞ്ചാരം ചെയ്യുകയല്ല. മറിച്ച് ഞാൻ അവനൊപ്പം നടന്നതിനാൽ, അവൻ്റെ സുവിശേഷം എൻ്റെ നാവിന്മേലുള്ളതിനാൽ, അവൻ്റെ സഭയ്ക്ക് വേണ്ടി ദിനരാത്രങ്ങളില്ലാതെ ഞാൻ സഞ്ചാരം ചെയ്യുന്നതിനാൽ എനിക്കുള്ളത് ക്രിസ്തുവിൻ്റെ ഗന്ധമാണ്, എനിക്കുള്ളത് ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ്. നമ്മിൽ എത്ര പേർക്ക് പറയാൻ തക്കവണ്ണം സാധിക്കും? ദിനരാത്രങ്ങളിൽ ഇളവില്ലാതെ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട്, അവനൊപ്പം നടക്കുന്നത് കൊണ്ട്, ആരാധനയിൽ പങ്കുചേരുന്നത് കൊണ്ട്, അവനെ അറിയാമെന്ന് പറയുന്നത് കൊണ്ട്, അവന് വേണ്ടി ജീവിതത്തിലെ മിക്കവാറും എല്ലാ സമയവും മാറ്റിവെക്കുന്നത് കൊണ്ട് എന്നിൽ ഉള്ളത് ക്രിസ്തുവിൻ്റെ ഗന്ധമാണെന്ന് പറയാൻ തക്കവണ്ണം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇടയിൽ എത്ര പേർക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലെ വലിയ പരാജയം എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ഗന്ധത്തിലേക്ക് വളരാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ രാത്രി അസ്വസ്ഥമാകേണ്ടത് ഒറ്റ ചോദ്യം നമ്മളോട് ചോദിച്ചതുകൊണ്ടാണ്. അത് വേറെ ഒന്നുമല്ല. ഡു ഐ ഹാവ് ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ ഗന്ധം എനിക്കുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ അളവുകോല്. പള്ളിയിൽ പോകുന്നത് കൊണ്ട് ആത്മീയൻ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. വചനകൂടാരങ്ങളിലെല്ലാം അന്തി ഉറങ്ങിയത് കൊണ്ട് ആത്മീയനാണെന്ന് പറയുന്നതിലല്ല. നേർച്ചയും ദശാംശവും സമർപ്പിക്കുന്നത് കൊണ്ട് ആത്മീയനാണെന്ന് പറയുന്നതിലല്ല. പെരുന്നാൾ ആഘോഷങ്ങളിലെല്ലാം അണിഞ്ഞിരുന്ന് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആത്മീയനാണെന്ന് പറയുന്നതിലല്ല. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് വീശുന്ന സുഗന്ധം ക്രിസ്തുവിൻ്റേതാണെന്ന് പറയാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ് ഒരാളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അളവ്, അതിൻ്റെ തോത് എത്രമേലുണ്ടെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ഗന്ധത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നത്? അത് കൃത്യമായി നമ്മുടെ ആരാധനയിൽ പറയുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലെ തൂയോബോ പ്രാർത്ഥനയിൽ 2 ക്രമങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് മൽക്കീസദേക്കിൻ്റെ ക്രമം. അപ്പവീഞ്ഞുകൾ വിശുദ്ധ ബലിപീഠത്തിൽ ക്രമീകരിച്ചു വെക്കുന്നതാണ് മൽക്കീസദേക്കിൻ്റെ ക്രമം. കാസാബിലാസയിൽ അപ്പവീഞ്ഞുകൾ ക്രമീകരിക്കുന്നു. രണ്ടാമത്തെ ക്രമം അഹറോൻ്റെ ക്രമമാണ്. അഹറോനെ പോലെ പൗരോഹിത്യ വസ്ത്രങ്ങൾ അണിയുന്ന ക്രമം. അപ്പോൾ ഈ ആദ്യത്തെ ക്രമം അവസാനിക്കുമ്പോൾ ഒരു ഹൂത്തോമോ ചൊല്ലുന്നുണ്ട്. പഴയ തക്സായിൽ വളരെ ഭംഗിയായിട്ടാണ് ആ വരി എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ്: ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ ആലോചനകളും ഞങ്ങളുടെ നടപടികളും എല്ലാം നിന്നെ നിരപ്പിക്കുന്ന സുഗന്ധവാസനയായി തീരണമേ. ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ ആലോചനകളും ഞങ്ങളുടെ നടപടികളും എല്ലാം നിന്നെ നിരപ്പിക്കുന്ന സുഗന്ധവാസനയായി തീരണമേ. പുതിയ തക്സായിൽ ദഹനബലിയായി തീരണമേ എന്നാണ്. പക്ഷെ പഴയതാണ് കുറേ കൂടെ അർത്ഥപൂർണം. കർത്താവേ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ ആലോചനകൾ, ഞങ്ങളുടെ നടപടികൾ ഇതെല്ലാം നിന്നെ സന്തോഷിപ്പിക്കുന്ന സുഗന്ധവാസനയായി തീരണമേ. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സുഗന്ധം നമുക്ക് കിട്ടുന്നത്? അത് വിചാരങ്ങൾ നിർമ്മലമുള്ളവയാവുക, ആലോചനകൾ നിർമ്മലമുള്ളവയാവുക, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നടപടികൾ നിർമ്മലതയുള്ളതാവുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധത്തിലേക്ക് അടുക്കുവാൻ അധിക ദൂരം നമുക്കില്ല എന്ന് പറയാൻ തക്കവണ്ണം സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ 3 ഇടങ്ങളിൽ എനിക്കെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സുഗന്ധം കിട്ടിയെന്ന് പറയുന്നു. ഇത് 3 പറഞ്ഞ് ചുരുക്കമായ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഒന്നാമതായി 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സകല കൃപാവരങ്ങളും സകല നന്മകളും സകല അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നതെല്ലാം ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളിൽ ആകുന്നു. ക്രിസ്തുവിൻ്റെ സുഗന്ധത്തിലേക്ക് ഞാൻ വളർന്നത് എങ്ങനെയാണ്? അതൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഞാൻ വളരെ വേഗത്തിൽ ഉടഞ്ഞു പോകുന്നവൻ ആണ്. ഞാൻ വളരെ വേഗത്തിൽ ഉടഞ്ഞു പോകുന്നവനാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇവിടെ ജീവിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുഗന്ധത്തിലേക്ക് വളരാനുള്ള എളുപ്പവഴി എന്താണ്? ഈ ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞങ്ങൾ ഉടഞ്ഞു പോകുന്നവരാണ്, അതുകൊണ്ട് ജാഗ്രതയോടെ ഇവിടെ ഓരോ നിമിഷവും ജീവിക്കണം. മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. ഓരോ സംസ്കാര ശുശ്രൂഷയിലും അവസാനം ചൊല്ലുന്നതാണ്: നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. ഇതാണ് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി. നീ പൊടിയാകുന്നു,
പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് പൊടിയാണ്. നമ്മളിവിടെയൊക്കെ വലിയവരാണ് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഞങ്ങളെ കൊണ്ടെല്ലാം സാധ്യമാകുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ പലരെയും വിറപ്പിക്കുന്നവരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആത്യന്തികമാകുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പൊടിയാകുന്നു എന്നുള്ളതാണ്. മനുഷ്യർ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ വളരെ ഭംഗിയായി ആ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പാടുന്ന 2-3 വരികൾ ഇങ്ങനെയാണല്ലോ: മൃതരുടെ ഹോമാനിൽ ചെന്നേറി കാൺമീൻ, മൃതികൂമ്പാരം പോൽ കൂട്ടിയ മാനവർതൻ ദുർഭഗാത്രങ്ങൾ, പാഴ്മൺപാത്രങ്ങൾ, ഭീകരമസ്തികളിൽ കൃമികൾ കുടികൊള്ളൂ. ഇതു കണ്ടാൽ താഴ്ത്തും തലഗർവിഷ്ടന്മാർ, നശ്വരലോകത്തെ സ്നേഹിപ്പോർ വാടും. ഞാൻ ആദ്യം പറഞ്ഞു, ആരാധനയിലുള്ളതെല്ലാം വേദപുസ്തകത്തിലുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളാണ്. ആരാധനയിൽ എഴുതി വച്ചിരിക്കുന്നതും അതുതന്നെയാണ്, ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളാണ്. ഭീകരമസ്തികളിൽ കൃമികൾ കുടികൊള്ളൂ. നമ്മളൊക്കെ പലരെയും വിറപ്പിച്ചവരാണെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പലരെയും നമ്മുടെ വാക്കുപയോഗിച്ച് പലതും വിളിക്കാൻ ആവേശത്തിന് വളരെ എളുപ്പമാണ്. നമ്മൾ വലിയവരാണെന്ന് സാക്ഷിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ 2 വരികൾ അതിന് ശേഷം ഉണ്ടല്ലോ: ഇത് കണ്ടാൽ താഴ്ത്തും തലഗർവിഷ്ടന്മാർ, നശ്വര ലോകത്തെ സ്നേഹിപ്പോർ വാടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല. ഇവിടെ നിന്ന് കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. ആ ബോധ്യത്തിൽ ജാഗ്രതയോടെ ഇവിടെ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാവുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ജാഗ്രതയോടെ ഇവിടെ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമ്മൾ മണ്ണാണ്, പൊടിയിലേക്ക് നമ്മൾ മടങ്ങിച്ചേരും. എനിക്ക് ഇസ്ലാം മതവിശ്വാസികളുടെ ഖബറുകൾ കാണുന്നത് വലിയ സന്തോഷമാണ്. വേറൊന്നും കൊണ്ടല്ല. അവരുടെ മയ്യത്ത്, രാജാവ് മരിച്ചാലും സാധാരണക്കാരൻ മരിച്ചാലും എല്ലാം അവരുടെ മയ്യത്ത് ഖബറടക്കം ചെയ്യുന്നത്. ഈ കോവിഡ് കാലത്താണ് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യന് ചരിഞ്ഞു കിടന്നുറങ്ങാവുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ അവരുടെ കല്ലറകൾക്ക്. ചരിഞ്ഞു കിടക്കാവുന്ന ഒരു സ്പേസ് മാത്രം. രാജാവ് മരിച്ചാലും സാധാരണക്കാരൻ മരിച്ചാലും എല്ലാം അത് മാത്രമാണ് ഉള്ളത്. നമുക്ക് ഈ ലോക ജീവിതത്തിലെ ഈ വെട്ടിപ്പിടിക്കലുകളൊന്നും പോരാ എന്ന് തോന്നിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? നമ്മൾ 500 സ്ക്വയർ ഫീറ്റിലൊക്കെ കല്ലറ കൂടെ പണിഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന വലിയൊരു വൈതരണി എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു മനുഷ്യനും ഇടം കൊടുക്കാതെ, ഒരു മനുഷ്യനെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാതെ, നമ്മളിങ്ങനെ ഞാൻ മാത്രം നല്ലവനായി, ഞാൻ മാത്രം എല്ലാം നേടിയവനായി ജീവിക്കാൻ ആഗ്രഹിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. കടന്നു പോകുമ്പോഴും അതിലും വലിയ കാര്യം, കല്ലറ പണിയുന്നതിൽ കൂടെ മറ്റുള്ളവൻ്റെ കൂടെ ഇങ്ങനെ ആക്രമിച്ചെടുക്കുക എന്ന് പറയുന്നൊരു ടെൻഡൻസി വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരിടമായി സുറിയാനി ക്രിസ്ത്യാനികളുടെ കല്ലറ നിർമ്മാണങ്ങൾ മാറുന്നുണ്ട്. മിക്കവാറും ദേവാലയങ്ങളിലൊക്കെ 4-5 ദേവാലയങ്ങളിൽ ഈ സമയത്തിനുള്ളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാണ്ടൊക്കെയുള്ള നിയോഗം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് പലയിടങ്ങളിലെയും വലിയ പരാതിയായി കേൾക്കുവാനിടയായിട്ടുള്ളത്, ഞങ്ങൾക്ക് ധൂപം വെക്കാൻ പോലുള്ള സ്ഥലമില്ലാതെ അപ്പുറത്തുനിന്ന് മാർബിൾ തള്ളി ഇങ്ങോട്ടിട്ടു എന്നുള്ളതാണ് നമ്മുടെ ഇടങ്ങളിൽ കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യമാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഉടഞ്ഞു പോകുന്നവരാണെന്നുള്ള ചിന്തയിൽ ജാഗ്രതയോടെ ഇവിടെ വ്യാപരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായി നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്ന കാര്യം. നമ്മൾ ഈ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നവരാണ്. മണ്ണുകൊണ്ട് നമ്മെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ വെറും പൂഴിപ്പൊടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. നമ്മുടെ ദുഃഖവെള്ളിയുടെ സ്ലീബ ആരാധനയുടെ സദറാ പ്രാർത്ഥനയിൽ കൃത്യമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യനെ മനഞ്ഞതിൻ്റെ വൃത്താന്തം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഓതം സോയിലെ മണ്ണെടുത്തു, അതുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി എന്നാണ്. ഓതം സോ എന്നുള്ള സുറിയാനി വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം സോയിൽ എന്നുള്ളൊരർത്ഥമാണ്, മണ്ണെന്നുള്ളൊരർത്ഥമാണ്. രണ്ടാമതായുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടിയുള്ള മണ്ണ് എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കുവാണ്ടൊക്കെ ദൈവം ഈ ഫലഭൂയിഷ്ടിയുള്ള മണ്ണ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സുറിയാനി പിതാക്കന്മാരുടെ വ്യാഖ്യാനം. അതുകൊണ്ടാണ് പൂക്കുവാനും തളിർക്കുവാനും കായ്ക്കുവാനും പടരുവാനും പന്തലിക്കുവാനും ഒക്കെ നമുക്ക് ഹ്രസ്വകാലമുള്ള ഈ ജീവിതം കൊണ്ട് ഇടയാകുന്നത്. ദൈവം ഫലഭൂയിഷ്ടിയുള്ള മണ്ണുകൊണ്ട് നമ്മെ മെനഞ്ഞതുകൊണ്ടാണ്. നിങ്ങളൊരു വിത്തെടുത്ത് വെറും ഒരു പൂഴിപ്പൊടിയിൽ കുത്തിവെക്കുന്നതും
ഈ പറഞ്ഞതുപോലെ ഫലഭൂയിഷ്ടിയുള്ള മണ്ണിൽ കുത്തിവെക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വിത്തെടുത്ത് നമ്മൾ നേരെ ഈ വെറും പൂഴിപ്പൊടിയിൽ കുത്തിവെച്ചാൽ വളരെ വേഗം അത് വളർന്നു വരികയില്ല. എന്നാൽ ഫലഭൂയിഷ്ടിയുള്ള മണ്ണിൽ കുഴിച്ചു വെക്കുമ്പോൾ എത്ര പെട്ടെന്നാണത് തളിര് വീശി വളരുന്നത്. നമ്മളൊക്കെ ഈ ലോക ജീവിതത്തിലായിരിക്കുന്ന ഇപ്രകാരം തളിര് വീശി വളരുവാൻ തക്കോണമുള്ള വലിയ സാധ്യതകൾ തന്നിട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിതെല്ലാം നമ്മളിൽ തന്നെ കുഴിച്ചു മൂടി ഇവിടെ ഇങ്ങനെ അങ്ങ് കടന്നു പോകാൻ തക്കോണം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കുഴപ്പമാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ജാഗ്രതയോടെ ഇവിടെ വ്യാപരിക്കുന്നവന് ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം ഉണ്ടാകും. വേഗത്തിൽ ഉടഞ്ഞു പോകുന്നവരാണെന്നുള്ള ചിന്തയോടെ വിനയത്തോടും ഭയഭക്തിയോടും ഈ ലോക ജീവിതത്തിൽ വ്യാപരിക്കുന്നവന് ക്രിസ്തുവിൻ്റെ സുഗന്ധം ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട. നമ്മുടെ കർത്താവ് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ആരാധനാക്രമത്തിൽ പറയുന്നതും വേദപുസ്തകത്തിൽ പറയുന്നതും തമ്മിൽ 2-3 സമയങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുവിശേഷത്തിൽ പറയുന്നത്, വിശുദ്ധ മത്തായി ശ്ലീഹ പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നത് രാത്രിയിലാകുന്നു എന്നാണ്. രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ എപ്പോൾ അവൻ വന്നാലും നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുതല്ലോ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെട്ടം കർത്താവ് രാത്രിയിൽ വരുമെന്നുള്ളൊരു പ്രകാശമുണ്ട്. എന്നാൽ ആരാധനാക്രമത്തിൽ വേറെ 2 സമയം കൂടെ പറയുന്നുണ്ട്. എപ്പോഴാണെന്നറിയാമോ? വലിയ നോമ്പിലെ 2ാമത്തെ ആഴ്ചയുടെ സന്ധ്യയുടെ സദറ ചൊല്ലുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആ സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ആ സന്ധ്യയിൽ നീതിമാന്മാർ സന്തോഷിക്കും, ആ സന്ധ്യയിൽ ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി തീരും. ബ്രംഷോ ഇൻ ദ ഈവനിങ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ സന്ധ്യയിൽ അവൻ വരും. വേറൊരിടത്തുകൂടെ പറയുന്നുണ്ട് കർത്താവ് വരുന്ന സമയം സന്ധ്യയല്ല, രാത്രിയല്ല, പ്രഭാതമാണെന്ന് പറയുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? ശീമാ നമസ്കാരത്തിലാണ്. അവൻ പുലരിയിൽ നീ ആഗതനാകുമ്പോൾ ഞങ്ങളെ അറിയില്ലെന്ന് അരുളരുതേ നാഥ എന്ന് അവിടെ പറയുന്നത്. കർത്താവേ, നീ പുലരിയിൽ വരുന്നു. എന്തുകൊണ്ട് ഈ 3 സമയങ്ങൾ, രാത്രിയെന്നും പകലെന്നും സന്ധ്യയെന്നുമുള്ള 3 വ്യത്യസ്തമാകുന്ന സമയങ്ങൾ നിങ്ങൾക്കറിയാമോ? നിനവയിലെ വിശുദ്ധനായ ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവ് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പറ്റി എഴുതുമ്പോൾ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, നമ്മുടെ കർത്താവ് സന്ധ്യയിലാണ് വരുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ രാത്രിയിൽ അപമര്യാദയായി നടക്കരുത്. രാത്രിയിലാണെന്ന് വിചാരിച്ച് പ്രഭാതത്തിൽ അപമര്യാദയായി നടക്കരുത്. രാത്രിയിലോ സന്ധ്യയിലോ പ്രഭാതത്തിലോ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കർത്താവ് കടന്നു വരാം. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ ഇവിടെ വ്യാപരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇവിടെ വ്യാപരിക്കുവാനും ഉണർവോടെ ആയിരിക്കുവാനും ഉടഞ്ഞു പോകുന്നവരാണെന്നുള്ള ബോധം കൈമോശം വരാതിരിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. 2ാമതായി പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ സുഗന്ധത്തിലേക്ക് വളർന്നതിൻ്റെ പശ്ചാത്തലം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്പം ദീർഘമാകുന്ന വാക്യമാണ്, അതിൻ്റെ കണ്ടന്റ് പറയാം. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിൻ്റെ സുഗന്ധം കിട്ടിയത് എങ്ങനെയാണ്? അത് 2 വിശ്വാസമുള്ളത് കൊണ്ടാണ്. 2 കാര്യങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഒന്നാമതായി പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 2, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധം കിട്ടിയത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടാണ് ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സുഗന്ധം കിട്ടിയത്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ 4 കാര്യങ്ങൾ പറയണം. 1, യേശു ക്രിസ്തു മനുഷ്യനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ അത്ഭുതം എന്താണ്? അത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി. നമ്മുടെ ആരാധനാക്രമത്തിൽ എഴുതിയിട്ടുള്ളത് ദൈവം മനുഷ്യനായി. അതാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവനെ ശിശുപോൽ സാധു സ്ത്രീ താരാട്ടിത്താലോലിച്ചു. ദൈവത്തെ ശിശുവിനെ പോലെ ഇതാ ഒരു സാധു സ്ത്രീ മടിയിൽ താരാട്ടി താലോലിക്കുകയാണ്. എവിടെ ചിന്തിക്കാൻ തക്കോണം പറ്റും? ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവൻ, ഈ സന്ധ്യയ്ക്ക് ഇന്ന് പാടിയതുപോലെ ആംഗ്യത്താൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ ഒരു ശിശുവിനെ പോലെ ഒരു ചെറുബാലികയുടെ മടിയിൽ കിടക്കുന്നു. ദൈവം മനുഷ്യനായി. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. 2ാമതായി നാം വിശ്വസിക്കേണ്ടത്, ദൈവം മരിച്ചു. നമ്മുടെ കർത്താവ് നമുക്കായി കുരിശിൽ മരിച്ചു. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മരത്തിന്മേൽ അവനെ തൂക്കിക്കൊന്നു. യേശുക്രിസ്തുവിനെ തൂക്കിക്കൊന്നു. കർത്താവ് നമുക്കായി മരിച്ചു. 3ാമതായി വിശ്വസിക്കേണ്ടത്, അവൻ നമുക്കായി ഉയർത്തു. മരണത്തിൽ നിന്ന് അവൻ നമുക്കായി ഉയർത്തു.
നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളൊക്കെ ധൈര്യം പ്രാപിച്ചത് എപ്പോഴാണ്? അവരെല്ലാം ഓടിപ്പോയവരാണ്, ചിതറിപ്പോയവരാണ്. അവർ ധൈര്യം പ്രാപിച്ചത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ വാർത്ത കേട്ടപ്പോഴാണ്. ഞങ്ങളുടെ ഗുരുവും നാഥനുമായവൻ ഉയർത്തു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ മരിച്ചാലും ഞങ്ങളും ഉയർക്കും. അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ മരണത്തിലേക്കൊക്കെ നടന്നു നീങ്ങിയത്. അവർക്ക് ആദ്യം രാജാക്കന്മാരെ കാണുന്നത് പേടിയായിരുന്നു, സുവിശേഷം പ്രഘോഷിക്കുവാണ്ടൊക്കെ അവർക്ക് ഭയമായിരുന്നു, അവരെല്ലാം ഒളിച്ചിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ഉയർപ്പും ആകാശത്ത് നിന്ന് അഗ്നിയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും അവരെ ധൈര്യമുള്ളവരാക്കി. അവർ രാജാക്കന്മാരുടെ മുമ്പിൽ കണ്ണെത്താത്ത ദൂരത്തുള്ള ലോകരാജ്യങ്ങളിൽ ഒക്കെ അവർ യാത്ര ചെയ്തു. അവിടെ എല്ലാം പോയി കർത്താവിൻ്റെ ജീവനുള്ള കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നീ വീണ്ടും വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ഞങ്ങളോട് പറയരുതേ. ഇതൊരു വലിയ ഭീകരമാകുന്ന അവസ്ഥയാണ്. നമുക്കറിയാമെന്ന് പറയുന്ന കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുകയാണ്. അതൊരു വലിയ ഭീകരമാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നീ ഞങ്ങളെ അറിയില്ലെന്ന് പറയരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇരവ് പകലുകളുടെ വ്യത്യാസം കൂടാതെ ആരാധക വൃന്ദമായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ലോക ജീവിതം അഴിഞ്ഞു പോകുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോക ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവരാണെങ്കിൽ, ദൃഷ്ടി വച്ചിരിക്കുന്നവരാണെങ്കിൽ സകല മനുഷ്യരിൽ നിങ്ങൾ അരിഷ്ടന്മാരത്രയെന്ന് പറഞ്ഞു. ഇത് അഴിഞ്ഞു പോകുന്ന ലോകമാണ്. ഇതിനപ്പുറം ഒരു ലോക ജീവിതം ഉണ്ട്. നമ്മുടെ കർത്താവ് വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ ഈ കല്ലറകളിൽ കിടക്കുന്ന മനുഷ്യരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ഈ ദുഃഖ ശനിയാഴ്ചയുടെ സദറാ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായി 2-3 വരികൾ അവിടെ ഉണ്ട്. ഒരു വരി ഇങ്ങനെയാണ്: കുരിശിന്മേൽ ഉദിച്ച മഹാപ്രകാശം സൂര്യനെ ഊതുകയും അത് കെട്ടുപോവുകയും ചെയ്തു. അത്ര സുന്ദരമായ വരിയാണ്. കുരിശിന്മേൽ ഉദിച്ച മഹാപ്രകാശം സൂര്യനെ ഊതുകയും അത് കെട്ടുപോവുകയും ചെയ്തു. സൂര്യനെ ഊതിക്കെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. വീണ്ടും നമ്മുടെ ആരാധനാക്രമത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, അന്ത്യന്യായവിധി നാളിൽ സമുദ്രത്തോടവൻ തരിക എന്ന് പറയുമ്പോൾ സമുദ്രം തൻ്റെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന മൃതശരീരങ്ങളെ അവൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. ഭൂമിയോട് തരിക എന്ന് പറയുമ്പോൾ ഭൂമി ഭയത്തോടെ തൻ്റെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന മൃതശരീരങ്ങളെ അവൻ്റെ നേർക്കെടുത്ത് കുടയുന്നു. നമ്മുടെ ഈ വാങ്ങിപ്പോയവരാരും ചത്തുകുത്തിയിരിക്കുകയൊന്നുമല്ല. നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഈ കല്ലറയുടെ തലക്കലൊക്കെ ഇൻ ദ ഹോപ്പ് ഓഫ് റെസറക്ഷൻ എന്നെഴുതിയിരിക്കുന്നത്. പുനരുത്ഥാന പ്രത്യാശയിൽ അവരെ നമ്മൾ കബറടക്കിയിരിക്കുകയാണ്. അവരൊക്കെ എഴുന്നേൽക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ കർത്താവ് മനുഷ്യനായി. മനുഷ്യാവതാരം എന്നുള്ളത് സുറിയാനി പിതാക്കന്മാർ ഉപയോഗിച്ച വാക്കല്ല. അത് മലയാളത്തിൽ എപ്പോഴോ ട്രാൻസ്ലേഷൻ സംഭവിച്ചപ്പോൾ വന്നപ്പോൾ അപഭ്രംശമാണ്. യഥാർത്ഥത്തിൽ എസ്ഗാശാം എന്നുള്ള വാക്കാണ് വിശ്വാസ പ്രമാണത്തിൽ ഉപയോഗിക്കുന്നത്. മർത്തീകരണം. ക്രിസ്തു മനുഷ്യനായി. അവതാരം തോന്നലാണ്. മനുഷ്യ അവതാരം എന്ന് പറയുമ്പോൾ യേശു മനുഷ്യനായി തോന്നിയതല്ല, അവൻ മനുഷ്യനായി. അതിൽ വിശ്വസിക്കണം. നമ്മളെപ്പോലെ ചിരിക്കുന്നൊരു ശിശു, നമ്മളെപ്പോലെ കരയുന്നൊരു ശിശു, നമ്മളെപ്പോലെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ കൂടിയൊക്കെ കടന്നുപോയൊരു ശിശു, അവനാണ് നമ്മളുടെ ഉടയവൻ എന്നുള്ളതിൽ അഭിമാനിക്കാൻ തക്കോണം നമുക്ക് പറ്റണം. രണ്ടാമതായുള്ളത്, യേശു ക്രിസ്തു മരിച്ചു. ക്രിസ്തു നമുക്കായി മരണപ്പെട്ടു. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. മൂന്നാമതായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, നിങ്ങളുടെ പിതാക്കന്മാർ മരത്തിന്മേൽ തൂക്കിക്കൊന്നവനെ ദൈവവും പിതാവുമായവൻ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ ആകും. നിങ്ങൾക്കറിയാം, അതിശയിപ്പിക്കുന്ന വസ്തുതയാണ്, നമ്മുടെ കർത്താവിൻ്റെ കഴുകുമരം ഉയർന്ന സ്ഥലത്ത് തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ സഭയുടെ ആസ്ഥാനവും ഉയർന്നു. ഇതാണ് നമ്മളെ അതിശയിപ്പിക്കേണ്ട വസ്തുത. ഇല്ലാതാക്കി കളയാൻ, കെടുത്തിക്കളയാൻ പോയതാണ് ക്രിസ്തീയ വിശ്വാസത്തെ. ക്രിസ്തീയ വിശ്വാസം പോലെ പീഡനമേറ്റ വേറൊരു വിശ്വാസവും ഈ ലോക ജീവിതത്തിൽ ഇല്ല. ഇത്രമേൽ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. എന്നിട്ടും നമ്മുടെ കർത്താവിൻ്റെ ജീവദായക സുവിശേഷം എത്താത്ത ഏത് രാജ്യമാണുള്ളത്? നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം അച്ചടിക്കപ്പെടാത്ത ഏത് ഭാഷയാണുള്ളത്? ഇതിൻ്റെ കാരണം എന്താ? കർത്താവിൻ്റെ ഉയർപ്പാണ് ഇതിനെല്ലാം രൂഢമൂലമായി തീർന്ന കാരണം. യേശു ക്രിസ്തു ഉയർത്തു. ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കണം. അതിനോട് ചേർന്ന് വിശ്വസിക്കേണ്ടതാണ് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ വീണ്ടും നമ്മുടെ കർത്താവ് വരും എന്നുള്ളത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമായ ഹൃദയങ്ങളുണ്ടാണ്. നമ്മുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം
ഈ തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്നുള്ള ചിന്തയുള്ളതെല്ലാം ദൈവവിശ്വാസമാണെന്നാണ്. തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്നുള്ളത് ദൈവവിശ്വാസിയുടെ ചിന്തയല്ല. പിശാചിന് വരെ അറിയാം തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്ന്. ദൈവവിശ്വാസം എന്താണ്? എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് ദൈവം. എരിവെയിലാണെങ്കിൽ തണലായി അവൻ കൂടെ ഉണ്ടാകും, ഇരുട്ടാണെങ്കിൽ പ്രകാശമായി അവൻ കൂടെ ഉണ്ടാകും. ഇതാണ് ദൈവവിശ്വാസത്തിൻ്റെ നിറവെന്ന് പറയുന്നത്. സമയപരിധി മൂലം രണ്ടാമത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് വാക്കുകൾ നിർത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തുവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. എങ്ങനെയാണ്? 5-ാം അധ്യായം 20-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളോളം വളരാൻ പറ്റുന്നത്? എൻ്റെ റിക്വസ്റ്റ് ഇത് മാത്രമാണ്, അത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളണം. ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അപേക്ഷയാണ്. നിങ്ങൾ ദൈവത്തോട് നിരക്കണം. നിങ്ങൾക്ക് അനുരഞ്ജനം വേണം, അനുതാപം വേണം. ക്രിസ്തുവിൻ്റെ സുഗന്ധത്തിലേക്ക് വളരാനുള്ള മൂന്നാമത്തെ പോംവഴി അതാണ്. അനുരഞ്ജനവും അനുതാപവും ജീവിതത്തിൽ ഉണ്ടാകണം. അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിനുള്ളിലുള്ളവരോട്, നമ്മൾ ഇടപെടുന്ന പൊതുസമൂഹത്തിലെ ആളുകളോട്, നമ്മുടെ പിണക്കങ്ങളും വിദ്വേഷങ്ങളും നമ്മളുടെ പകയും നമ്മളുടെ താൻപോരിമ നിമിത്തമുള്ള അഹങ്കാര നിമിത്തമുള്ള നമ്മളുടെ വർദ്ധിതമാകുന്ന അസൂയയും അതൊക്കെ മാറ്റിവെച്ച് അനുരഞ്ജനപ്പെടാണ്ട കോണം നമുക്കിടയാകണം. ഈ ലോക ജീവിതത്തിൽ അത് വളരെ ആവശ്യമാണ്. മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്, നെയ്പായസം എന്നാണ് ആ കഥയുടെ പേര്. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ അത് ആരെങ്കിലും വായിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഇന്ന് സന്ധ്യയെ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് കേൾക്കണം. വേറൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മുടെ കണ്ണ് നിറയാതെ അത് കേൾക്കാൻ തക്കവണ്ണം ആവുകയില്ല. ഒരമ്മ അകാലത്തിൽ ചരമമടഞ്ഞു പോവുകയാണ്. ഈ അമ്മയുടെ ഭർത്താവ് നമ്മുടെ ഭർത്താക്കന്മാരെ പോലെയൊക്കെ തന്നെ നല്ലത് കണ്ടാൽ നല്ലത് പറയാത്ത, എപ്പോഴും ഗൗരവ പ്രകൃതിക്കാരനാകുന്നൊരു ഭർത്താവാണ്. ആ കഥയിൽ നിന്ന് ഊഹിക്കാവുന്നത് അങ്ങനെയാണ്. ഈ 3 കുഞ്ഞുങ്ങളുണ്ട്. അമ്മ നനയ്ക്കാത്ത നേരത്ത് കടന്നു പോകുമ്പോഴും അപ്പനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ചോറും ചപ്പാത്തിയും അവിയലും സാമ്പാറും നെയ്പായസം വരെ ഉണ്ടാക്കി പാതകത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അമ്മ മരിച്ചുപോയി. അമ്മയുടെ ശവദാഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവർ കാണുന്നത് പാതകത്തിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഉള്ളതിലേറ്റവും ഇളയ കുഞ്ഞ് എന്ന് ഈ നെയ്പായസം എടുത്ത് വെച്ച് രുചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ 3 പേരിൽ ഏറ്റവും മൂത്ത ആൾ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന നെയ്പായസത്തിന് എന്ത് രുചിയാണ്, അമ്മ എന്തുണ്ടാക്കിയാലും ഇതേപോലെയാണ്, വലിയ രുചിയാണെന്ന്. ഉടനെ ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി പോകുന്നതിലാണ് ഈ കഥ അവസാനിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ജീവിച്ചിരുന്നപ്പോൾ ഒരു നല്ല വാക്ക് അവളോട് പറയാണ്ടക്കോണം പറ്റിയില്ല. നമ്മൾ ചെറുതെന്ന് കാണുന്നൊരു വിഭവത്തിൻ്റെ പിന്നിലും നമ്മുടെ പ്രിയപ്പെട്ടവർ സഹിക്കുന്ന സങ്കടം, ഒരു കപ്പ് കാപ്പിയാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ സഹിക്കുന്ന സഹനവും സങ്കടവും അത് വളരെ വലുതാണ്. അതിനെ അക്നോളജ് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്. നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയാണ്ടക്കോണം നാവില്ലാത്തവൻ മനുഷ്യനല്ല. അതുകൊണ്ട് നല്ലത് പറഞ്ഞ് ശീലിക്കാനും അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അനുരഞ്ജനം ഉണ്ടാകണം. നമ്മുടെ പിണക്കങ്ങളും പകയും ഒക്കെ ഇല്ലാതെയാവട്ടെ. അതിനോടൊപ്പം അനുതാപം ഉണ്ടാകണം. വീഴ്ച വരാത്ത ഏത് മനുഷ്യനാണ് ഈ ലോകത്തുള്ളത്? നമുക്കെല്ലാം ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ട്. അനുദപിക്കാണ്ടക്കോണം ഇടയാകണം. സ്വർഗകവാടം തുറക്കുന്ന താക്കോൽ ഏതാണ്? നമ്മുടെ ആരാധന പറയുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. സ്വർഗം തുറക്കണ 2 കാര്യം വേണം. ഒന്ന് അനുതാപം വേണം. കള്ളൻ പർദീസായിൽ എത്തിയത് എങ്ങനെയാണ്? അനുതാപം കൊണ്ടാണ്. കള്ളനൊരു പേരുണ്ടല്ലോ ആരാധനാക്രമത്തിൽ, കള്ളൻ തീത്തോസ്. ദുഃഖശനിയുടെ സൂഗീസോ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശു കുമ്പിടുമ്പോഴുള്ള ധ്യാനഗീതം ശ്രദ്ധിച്ചാൽ മതി. കള്ളൻ ഇവിടുന്ന് നേരെ കടന്ന് എവിടെ ചെന്നു? പറുദീസായുടെ വാതിക്കൽ ചെന്നു. പറുദീസായുടെ വാതിക്കൽ ചെന്നപ്പോൾ ക്രോബേ മാലാഖ, എരുതിയുടെ ഖഡ്ഗവുമായി നിൽക്കുന്ന ക്രോബേ മാലാഖ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് ആരാധനാക്രമത്തിൽ വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നത്. തോട്ടം വിട്ടു പണ്ടാദാം പിന്നിവിടാരും വന്നില്ല, നിഷ്കാസിതമായി നിൻവർഗം തർക്കിക്കേണ്ട പൊയ്ക്കൊള്ളുക. നിങ്ങളുടെയൊക്കെ പിതാവായ ആദാമുണ്ടല്ലോ, തോട്ടത്തിൽ നിന്ന് ആദ്യം തലതല്ലി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഒരു മനുഷ്യനും ഇങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് വഴിതെറ്റിപ്പോയി നീ വന്നതാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് പൊക്കോ, ഇത് നിൻ്റെ സ്ഥലമല്ല എന്ന് പറഞ്ഞു. കള്ളൻ തിരിച്ച് 2 മറുപടിയാണ് കൊടുക്കുന്നത്. ആരാധനയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആരാധന ശ്രദ്ധിക്കണമെന്ന്. ആരാധനയെ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാം? ഞാൻ പോകാൻ വന്നതല്ല. ഒന്ന്, എൻ്റെ കയ്യിൽ അനുതാപമുണ്ട്, ഞാൻ അനുതപിച്ചു.
കർത്താവേ, നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അനുദപിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. 2, എൻ്റെ കയ്യിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവസ്ലീബ ഉണ്ട്. സ്ലീബ പറുദീസ തുറക്കുന്ന താക്കോലാണല്ലോ. അങ്ങനെയാണല്ലോ സ്ത്രീകളുടെ സംസ്കാര ശുശ്രൂഷയിലും പറയുന്നത്. സ്ലീബ താക്കോലാൽ പറുദീസിൻ വാതിലിലേറിയിട്ട് ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. 2 കാര്യം ജീവിതത്തിൽ വേണം. അനുദപിക്കണം. വീഴ്ച വന്നാൽ, ഒരു തെറ്റ് വന്നാൽ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കരുത്. പലയിടങ്ങളിലും കണ്ടുവരുന്നത് അതാണ്. അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ന്യായീകരിക്കാൻ നോക്കും തോറും കുരുക്ക് മുറുകത്തേ ഉള്ളൂ. ന്യായീകരിക്കരുത്. സംഭവിച്ച തെറ്റ് അഡ്മിറ്റ് ചെയ്യണം. അത് സത്യത്തിൽ നല്ല ഗുണമുള്ള ആത്മീയ നേതാക്കളുടെ അടയാളമാണ്. തെറ്റ് വന്നാൽ തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കാൻ തക്കവണ്ണം പറ്റണം. അതില്ലാതെ പോകുന്നു എന്നുള്ളത് ഈ കാലത്തിൻ്റെ വലിയ കുഴപ്പമാണ്. സഭയുൾപ്പെടെ എല്ലാം പ്രതിരോധത്തിലായി പോകുന്നുണ്ടല്ലോ. തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കാൻ തക്കവണ്ണം സന്നദ്ധതയില്ലാതെ പോകുന്ന മനുഷ്യരെ കൊണ്ടാണ്. അതുകൊണ്ടാണ് തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കണം, അനുതാപം ഉണ്ടാകണം. അതിനോടൊപ്പം കർത്താവിൻ്റെ ജീവസ്ലീബായെ അഭയം പ്രാപിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് ആകെ ആയുധമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ജീവകര കുരിശാണ്. അതുകൊണ്ടാണ് കുരിശ് വരച്ചിട്ട് ഇറങ്ങിപ്പോണമെന്നൊക്കെ ആദ്യകാലം മുതലേ പറഞ്ഞത്. കർത്താവിൻ്റെ കുരിശിന് 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ആരാധനയിൽ ഉള്ളത്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ കുരിശ് ആയുധമാണ്. ദുഃഖവെള്ളിയാഴ്ച ചൊല്ലുന്നത് കുത്തിമുറിക്കും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ. അങ്ങനെയാണ്. ഈ കുരിശുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളെ കുത്തിമുറിക്കും. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ. കുറെ കൂടെ ഭംഗിയായി പറഞ്ഞാൽ കുത്തിമുറിക്കും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ. കുരിശുകൊണ്ടാണ് നമ്മൾ ശത്രുക്കളെ എതിർക്കുന്നത്. കുരിശ് ധരിക്കുന്നവൻ, കുരിശു വരയ്ക്കുന്നവൻ, കുരിശിനെ അഭയമായി സ്വീകരിച്ചവൻ ഈ ലോക ജീവിതത്തിൽ ഒന്നും ചെയ്യണ്ട. അവനെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, പ്രതിരോധിക്കുന്നവരുടെ മുമ്പിൽ, അപമാനം പറയുന്നവരുടെ മുമ്പിൽ, ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ കുരിശായുധമായി നിന്നവരെ മുറിവേൽപ്പിക്കും. അതാണ് ആരാധന നൽകുന്ന ഉറപ്പ്. 2, കുരിശ് ആയുധം മാത്രമല്ല, കുരിശ് പരിച കൂടിയാണ്. രക്ഷണ പരിച എനിക്കായി നീ നൽകി. പരിചയുടെ പ്രത്യേകത എന്താ? പരിച എന്ന് പറയുന്നത് നമുക്ക് യുദ്ധത്തിലേർപ്പെടുമ്പോൾ നമുക്ക് അപകടം പറ്റാതിരിക്കാണ്ടൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് പരിച. കർത്താവിൻ്റെ കുരിശ് ധരിച്ചിരിക്കുന്നവനെ ഈ ലോക ജീവിതത്തിലെ ഒരാക്രമണങ്ങളും ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ജീവകര കുരിശിനെ അഭയമായി സ്വീകരിപ്പാൻ തക്കോണം നമുക്കിടയാകട്ടെ. അനുതാപം ഉണ്ടാകട്ടെ, അനുരഞ്ജനം ഉണ്ടാകട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സുഗന്ധത്തിലേക്ക് പടിപടിയായി വളരുവാൻ തക്കോണം നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലന് കളിയാക്കിയവരുടെ മുമ്പിൽ മനസാക്ഷി കുത്തുകൂടാതെ പറയാൻ സാധിച്ചത് ഒറ്റ കാര്യമാണ്: വി ആർ ദ ആരോമ ഓഫ് ക്രൈസ്റ്റ് ടു ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ്. ഈ രാത്രിയിൽ നമുക്കും പറയാൻ പറ്റുന്ന ഇതാകട്ടെ: ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ്. ഞങ്ങളിൽ നിന്ന് വീശുന്ന വാസന ക്രിസ്തുവിൻ്റേതാണ്. അങ്ങനെ പറഞ്ഞ് ദൈവസന്നിധിയോളമുള്ള നമ്മുടെ ദൂരം കുറയ്ക്കാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും